ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മിസോറാം കഴിഞ്ഞാൽ കേരളത്തിലാണ്. നമ്പർ പറയുകയാണെങ്കിൽ കേരളത്തിൽ 134 per 100,000. 1,34,34 പേർക്ക് ക്യാൻസർ ഉണ്ട്. നാഷണൽ ആവറേജ് 74 per 100,000, 1 lakh. ഓക്കെ, മിസോറാമിൽ അബൌട്ട് 140 എങ്ങാണ്ടാണ്. അത് ഏജ് അഡ്ജസ്റ്റഡ് ആണ്, എന്നുവെച്ചാൽ ഏജ് നോർമലൈസ്ഡ് ആയിട്ടുള്ള നമ്പറാണ്. ദാറ്റ്സ് അബ്സല്യൂട്ട് നമ്പറാണ്. കേരളത്തിലാണ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതെ. സോ അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്നുള്ളത് 2-3 കാരണമുണ്ട്. ഒന്നാണെങ്കിൽ ക്യാൻസർ ഈസ് എ ഡിസീസ് ഓഫ് ലോഞ്ചബിലിറ്റി. ദ ലോങ്ങർ വി ലിവ്, മോർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോഞ്ചബിലിറ്റി കേരളത്തിലെ ലോഞ്ചബിലിറ്റി എന്ന് പറയുന്നത് 77 years ആണ്. ഓക്കെ, അമേരിക്കയുടെ ലൈഫ് എക്സ്പെക്ടൻസി 78 ആണ്. നമ്മൾ വി ഓൾമോസ്റ്റ് റീച്ച് അമേരിക്കൻ ഇതായി. പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ ഈസ് വി ഹാവ് അഡോപ്റ്റഡ് ഓൾ ദ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ കൊണ്ട് ക്യാൻസറിൻ്റെ അബ്സല്യൂട്ട് നമ്പർ ഈസ് ഇൻക്രീസിങ്. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് ഓവർ ഡയഗ്നോസ് അല്ല, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈസ് വെരി മെച്യൂർ ഹെൽത്ത് സിസ്റ്റം. പിന്നെ മാത്രമല്ല ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുമാതിരി ഇവിടെ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും നല്ല ഹോസ്പിറ്റലുകളിൽ ത്രൂ ഔട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കും അവിടെ എല്ലാം സ്കാൻസ് ഉണ്ടാവും, പല ടെസ്റ്റുകൾ ചെയ്യും. ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്.